നമസ്കാരം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരള ടീമിനൊപ്പം സൂപ്പർ താരം സഞ്ജു സാംസണിന്റെ കിടിലൻ പ്രകടനം കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് നിരാശയാണ്. ത്രിപുരയുമായുള്ള സീസണിൽ ആദ്യ മത്സരത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ദിവസങ്ങൾക്ക് മുൻപാണ് സഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാരണത്താൽ തന്നെ വിജയ് ഹസാരയിൽ കേരളത്തിന്റെ ആദ്യ മത്സരത്തിന് ഹൈപ്പും കൂടുതൽ തന്നെയായിരുന്നുവെന്ന് പറയാം. ടീമിന്റെ ക്യാപ്റ്റനായെങ്കിലും സഞ്ജുവിന്റെ പ്ലേയിങ് 11-ൽ ഉറപ്പാകുമെന്നുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. പക്ഷെ ടീം ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. അദ്ദേഹത്തിന്റെ പേര് മാത്രം ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് സഞ്ജു ഈ കളിയിൽ ഇല്ലാതിരുന്നതെന്ന് എല്ലാവരും അന്വേഷിച്ചിരുന്നു. കാരണം എന്താണെന്നുള്ള ചർച്ച നടക്കുന്നു. ഇന്ത്യയുടെ T20 ലോകകപ്പിൽ ഇടം നേടിയ താരങ്ങളോട് വിജയ് ഹസാരെ ട്രോഫിയിൽ 2 മത്സരങ്ങളിൽ മാത്രം കളിച്ചാൽ മതിയെന്നുള്ള നിർദ്ദേശം പെട്ടെന്ന് പുറത്തു കൊണ്ടുവരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തുടർച്ചയായ മത്സരങ്ങൾ കാരണം പരിക്കുകൾ ഏൽക്കുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഈ തീരുമാനമെടുത്തത് എന്നതുകൂടിയാണ് അറിയുന്നത്. ഇതുതന്നെയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ ആദ്യ കളിയിൽ നിന്നും സഞ്ജു സാംസൺ വിട്ടു നിൽക്കാനുള്ള കാരണമെന്നുകൂടി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ദേശീയ ടീമിനോടൊപ്പം തന്നെ ഇനി അടുത്ത മാസം 21 വരെ അദ്ദേഹത്തിന് മത്സരങ്ങളില്ല എന്നുകൂടി അറിയുന്നു. ന്യൂസിലൻഡുമായുള്ള T20 പരമ്പര 21-നാണ് തുടങ്ങുക. സഞ്ജു അടുത്തതായി കളിക്കുന്നതും ഈ പരമ്പരയിൽ തന്നെയാണ് എന്ന് പറയാം. വിജയ് ഹസാരയിൽ മുഴുവൻ മത്സരങ്ങളിലും പ്രധാന താരങ്ങൾ കളിക്കണമെന്ന് BCCI തന്നെ നിഷ്കർഷിച്ചിട്ടില്ല എന്നതിനാൽ തന്നെ അദ്ദേഹം ബ്രേക്ക് എടുക്കുകയായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. ഈ ആഴ്ചയാണ് സഞ്ജു തന്റെ വിവാഹ വാർഷികം ആഘോഷിച്ചത്. മാത്രമല്ല ക്രിസ്മസിന് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നാട്ടിൽ തന്നെയുണ്ട്, കുടുംബത്തോടൊപ്പം, ഭാര്യയോടൊപ്പം. ഇവയെല്ലാം തന്നെയാകും സഞ്ജു പിന്മാറിയതിന് കാരണമെന്നും ഉറപ്പിക്കാൻ സാധിക്കുന്നു. വെള്ളിയാഴ്ച കരുത്തരായ കർണാടകയ്ക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഈ കളിയിൽ അദ്ദേഹം ടീമിനോടൊപ്പം ചേരുമോ എന്നാണ് ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി. അത് കഴിഞ്ഞാൽ കേരളത്തിന്റെ തുടർന്നുള്ള മത്സരങ്ങളിൽ മധ്യപ്രദേശിനെ ഡിസംബർ 29-നും രാജസ്ഥാനെ ഡിസംബർ 31-നും ജാർഖണ്ഡിൽ ജനുവരി 3-നും പുതുച്ചേരിയെ 6-നും തമിഴ്നാട്ടിൽ ജനുവരി 8-നും എന്നിവരുമായിട്ടാണ് നേരിടാൻ പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട 2 മത്സരങ്ങളിൽ മാത്രമേ സഞ്ജുവിനെ കളിക്കളത്തിൽ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാവുകയുള്ളൂ. ഇവ ഏതൊക്കെയാണെന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കുകയും ചെയ്യാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഞ്ജു സാംസന്റെ ഭാവത്തിൽ വിജയ് ഹസാരെ ട്രോഫിയിലെ ആദ്യ കളിയിൽ കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരളം എന്ന് പറയാം. സഞ്ജുവിന്റെ പിള്ളേർ ഒക്കെ തന്നെ നന്നായി കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ത്രിപുരയ്ക്കെതിരെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് അയക്കപ്പെട്ട ശേഷം നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം അടിച്ചെടുത്തത് 348 റൺസാണ്. 5-ാം നമ്പറിൽ ഇറങ്ങിയ വിഷ്ണു വിനോദിന്റെ 102 എന്ന വെടിക്കെട്ട് സെഞ്ചുറി തന്നെയാണ് ടീമിന് കരുത്തായത്. വെറും 62 ബോളിൽ 9 4-ഉം 6 6-ഉം ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് മികച്ചതാണ്. ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിനും വെറും 6 റൺസിന് സെഞ്ചുറി നഷ്ടമായി. 64 റൺസ് എടുത്ത ബാബ അപരിചിതാണ് ഇപ്പോൾ കേരളത്തിന്റെ മറ്റൊരു പ്രധാന സ്കോറർ.